സ്യൂട്ട് കേസ് കൊലപാതകത്തിൽ വൻ വഴിത്തിരിവ്. കൊല്ലപ്പെട്ടത് അസം സ്വദേശി അമീർ അലി എന്ന പോലീസ് സ്ഥിരീകരിച്ചു. ഇയാളുടെ ഭാര്യയും ആൺ സുഹൃത്തും ചേർന്നാണ് കൊലപ്പെടുത്തിയത്. ഇരുവരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഭാര്യ രോഹിമ, സുഹൃത്ത് അഷ്റഫ് എന്നിവരാണ് പിടിയിലായത്. ഉറക്ക ഗുളിക കൊടുത്ത് മയക്കിയ ശേഷം ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ സ്യൂട്ട് കേസിനുള്ളിൽ തലയില്ലാത്ത മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത്. CCTV ക്യാമറകളുടെ കണ്ണിൽപ്പെടാത്ത ഭാഗത്തായിരുന്നു സ്യൂട്ട് കേസ് ഉപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടത് ആരാണെന്ന് കണ്ടുപിടിക്കുക ഏറെ ശ്രമകരമായിരുന്നു. പോലീസ് മൃതദേഹ പരിശോധന നടത്തിയതിൽ അടിവസ്ത്രത്തിലുണ്ടായിരുന്ന QR കോഡ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ റിലയൻസ് ട്രെൻഡ്സ് ഷോറൂമിൽ നിന്നാണ് ഈ അടിവസ്ത്രം വാങ്ങിയതെന്ന് കണ്ടെത്തി. തുടർന്ന് ബില്ലിംഗ് സമയത്ത് നൽകിയ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് മരിച്ചത് അമീർ അലിയാണ് എന്ന് കണ്ടെത്താൻ സഹായിച്ചത്. കഴിഞ്ഞ 4 വർഷമായി തേനാമ്പേട്ടിലെ ഹൗസിംഗ് ബോർഡ് കോളനിയിലാണ് അമീർ അലിയും ഭാര്യ രോഹിമയും താമസിച്ചിരുന്നത്. അമീർ അലിക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കിടുക പതിവായിരുന്നു. ഇതിനിടയിൽ ചെന്നൈയിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന അസം സ്വദേശി തന്നെയായ അഷ്റഫുമായി രോഹിമ അടുത്തു. അമീർ അലിയെ ഒഴിവാക്കാൻ രോഹിമയും അഷ്റഫും ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഉറക്ക ഗുളിക ഭക്ഷണത്തിൽ കലർത്തി നൽകിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം മൃതദേഹം പല ഭാഗങ്ങളായി വെട്ടിമുറിച്ചു. തുടർന്ന് തലയൊഴികെയുള്ള ഭാഗങ്ങൾ പെട്ടിയിലാക്കി പെരമ്പൂർ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചു. കൊല്ലപ്പെട്ടത് ആരെന്ന് തിരിച്ചറിയാതിരിക്കാനാണ് പല ഭാഗത്തായി മൃതദേഹ ഭാഗങ്ങൾ ഉപേക്ഷിച്ചത്. ചെങ്കൽപ്പേട്ടിൽ തലഭാഗം ഉപേക്ഷിച്ചുവെന്നാണ് പ്രതികളുടെ മൊഴി. ശേഷിക്കുന്ന മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. പ്രതികളെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.